വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ കൊടുത്ത ഹിന്റുകൾ അനുമോൾക്കെതിരാണെന്ന് മനസ്സിലായ ശൈത്യ നിന്ന നിപ്പില് മറുകണ്ഠം ചാടി. മറുകണ്ഠം പൂർണ്ണമായി ചാടിയിട്ടില്ല, രണ്ട് വള്ളത്തിലും കാലുവെച്ച് നിൽക്കുന്ന പോലെയാണ് ലൈവ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അതായത് നമ്മൾ കണ്ടതാണ് ജിസേലിനെ കുറിച്ച് ശൈത്യ അനുമോളുടെ അടുത്തിരുന്നുകൊണ്ട് പറയുന്നത്. അതായത് ഭയങ്കര കലിപ്പില് ആ ലൈവ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എത്ര സീരിയസ് ആയിട്ട് എനിക്കങ്ങനെ വരുന്നുണ്ടെന്ന് അറിയാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. അനുമോളെ എരിവ് കയറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു. അനുമോളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു ജിസേലിനെതിരായിട്ടുള്ള ഫൈറ്റിൽ. ആ നമ്മുടെ ശൈത്യ ഇന്നലെ നമ്മുടെ ജിസേലിൻ്റെ അടുത്ത് പറയുന്നത്, ഞാൻ അതിൽ പെട്ടുപോയതാണ് ആ ഫ്രെയിമിൽ. അവൾ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു പോലുമില്ല. അതുപോലെ സരികയുടെ അടുത്താണെങ്കിൽ അവളുടെ ഭാഗത്തും തെറ്റുണ്ട്. അതായത് ഒറ്റയടിക്ക് മറുകണ്ഠം ചാടുക എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്. ഇതെന്താ പ്രശ്നമെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ശൈത്യയെക്കുറിച്ച് സംസാരിക്കുന്നതിന് ഇത് കാരണമാവും. ഇത്രയും ദിവസം സംസാരിക്കുന്നതന്നെ വളരെ കുറവായിരുന്നു. നെഗറ്റീവ് കണ്ടന്റ് ആണെങ്കിലും ശൈത്യ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റിനെ കുറിച്ച് നമ്മളൊക്കെ ചർച്ച ചെയ്യുന്നതിന് ഇത് കാരണമാകുമെങ്കിലും, ഈ ഡബിൾ ഗെയിം കളിക്കുന്നത്, രണ്ടിടത്തും കൂടെ നിന്ന് കളിക്കുന്നത് ശൈത്യയ്ക്ക് ഗുണമായിരിക്കോ ദോഷമായിരിക്കോ ചെയ്യാന്ന് ചോദിച്ചാൽ ദോഷമേ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഏതൊരു റിലേഷൻഷിപ്പിലും പുലർത്തേണ്ട ചില മര്യാദകളുണ്ട്. ബിഗ് ബോസിൽ പോകുന്നവർ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കരുത് എന്ന് എപ്പോഴും പറയുന്നതിൻ്റെ കാരണം, ആ കൂട്ടുകെട്ടിലെ വിശ്വാസ്യത നിലനിർത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എന്നുള്ളതുകൊണ്ടാണ്. കാരണം നമ്മളൊരു റിലേഷൻഷിപ്പിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ട്രസ്റ്റ് അതിൽ ഉണ്ടാകാതെ വന്നു കഴിഞ്ഞാൽ ഓഡിയൻസ് ജഡ്ജ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് ബിഗ് ബോസിനകത്ത് ആങ്ങളെ പെങ്ങളെ കളിക്കുകയാണ് രണ്ടുപേര്. പക്ഷേ സമയം കിട്ടുമ്പോഴൊക്കെ പെങ്ങളെ ആങ്ങളെ കുറ്റം പറഞ്ഞാലോ മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട്, ആ റിലേഷൻഷിപ്പിൽ ആളുകൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും കുറ്റം പറയുന്ന ആൾ നെഗറ്റീവ് ആവുകയും പെങ്ങൾ പോസിറ്റീവ് ആവുകയും ചെയ്യും. ഇതിൻ്റെ ഒരു കോമൺ ലോജിക്കാണ്. ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അനുമോളും ശൈത്യയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിൽ അനുമോൾ ശൈത്യയെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുകയും വാതോരാതെ ശൈത്യയെക്കുറിച്ച് എപ്പോഴും നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് കരുതുക. അതേസമയത്ത് ശൈത്യ അനുമോൾ അടുത്തുനിന്ന് മാറുമ്പോൾ തരം കിട്ടുമ്പോഴൊക്കെ മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് അനുമോളുടെ കുറ്റം പറയുകയാണെന്നും കരുതുക. അനുമോളുടെ അടുത്തിരിക്കുമ്പോൾ മറ്റവരെ കുറ്റം അനുമോളുടെ അടുത്തും പറയും. അപ്പോൾ ഈ ഒരു ഗെയിം ശൈത്യ കളിച്ചാൽ ശൈത്യ നെഗറ്റീവ് ആവും. കാരണം അനുമോളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൽ പൂർണ്ണമായ വിശ്വാസ്യത പുലർത്താൻ ശൈത്യയ്ക്ക് കഴിയുന്നില്ല എന്ന് ഓഡിയൻസ് ജഡ്ജ് ചെയ്യും. അതേസമയത്ത് അനുമോൾ പോസിറ്റീവ് ആവും. ഇപ്പോൾ സംഭവിക്കുന്ന അതാണ്. അനുമോളുടെ കൂടെ ഒപ്പം നിന്ന ക്രൈം പാർട്ട്ണർ എന്ന് പറയാവുന്ന ആളായിരുന്നു ശൈത്യ. ആ ശൈത്യ ഒറ്റ വീക്കെൻഡ് എപ്പിസോഡ് കൊണ്ട് കളം മാറ്റി ചവിട്ടുകയും അനുമോളെ തള്ളി പറയുകയും ചെയ്തു. ചിലപ്പോൾ ഇത് ശൈത്യ ചെയ്യുന്നത് മറ്റുള്ളവരുടെ ഒരു വെറുപ്പുണ്ടാകണ്ട, അല്ലെങ്കിൽ അനുമോൾക്ക് എതിരാണ് താനുമെന്ന് അവരും കരുതിക്കോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കാം. അതായത് നോമിനേഷൻ വരുന്നുണ്ട്, അപ്പോൾ നോമിനേഷനിൽ പേര് പറയുമെന്ന് പേടിച്ചിട്ടായിരിക്കാം. അപ്പോൾ നൈസായിട്ട് അവരുടെയും കൂടെ നിൽക്കുന്നതായിരിക്കാം. പക്ഷേ ഇതിലെ കുഴപ്പം ഓഡിയൻസ് ജഡ്ജ് ചെയ്യും. അപ്പോൾ അവിടെ പോയി കൂട്ടുകെട്ടുണ്ടാകാൻ പോകുന്നവർ 100 വട്ടം ആലോചിച്ചിട്ട് അതിന് നിൽക്കാവൂ. ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഫ്രണ്ട്ഷിപ്പിൽ നിങ്ങൾ 100% നീതി പുലർത്തുന്നുണ്ടോ എന്നുള്ളതായിരിക്കും ആളുകൾ ശ്രദ്ധിക്കുന്നത്. കാരണം നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെയാണ് നിങ്ങളുടെ ഗെയിം. ബിഗ് ബോസിനകത്ത് പിന്നെ ടാസ്ക് കളിക്കാനല്ലല്ലോ നിങ്ങളാരും പോകുന്നത്. അതിന് സ്റ്റാർ മാജിക്കിലോ അതുപോലത്തെ ഒരുപാട് പരിപാടികളുണ്ടല്ലോ, അവിടെ പോയാൽ മതി. അപ്പോൾ ഈ ടാസ്ക് അല്ല ബിഗ് ബോസ് ഗെയിം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കണ്ടസ്റ്റൻസ് ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നിങ്ങളുടെ ഗെയിമിൻ്റെ ഭാഗമാണ്. അവിടെ നിങ്ങൾ ബിൽഡ് ചെയ്യുന്ന റിലേഷൻസ്, നിങ്ങൾ ഉണ്ടാക്കുന്ന ശത്രുത, നിങ്ങൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ്, അതെല്ലാം നിങ്ങളുടെ ഗെയിമിന്റെ ഭാഗമാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ശൈത്യ എന്ന് പറയുന്ന വ്യക്തിയും അനുമോളും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു ബോണ്ട്, അത് ഓഡിയൻസ് ജഡ്ജ് ചെയ്യുന്ന സമയത്ത് അതിൽ വിശ്വാസ്യത പുലർത്താത്ത ഒരാളായിട്ടായിരിക്കും ശൈത്യ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അത് ശൈത്യയ്ക്ക് ദോഷം ചെയ്യുകയുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം എങ്ങോട്ടായിരിക്കും ഇത് പോവുക എന്നുള്ളത്. ഇന്നിപ്പോൾ നോമിനേഷൻ ആയതുകൊണ്ട് ചിലപ്പോൾ ശൈത്യ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഒരു സ്ട്രാറ്റജി ആയിട്ട് അത് എടുത്തതാണോ എന്ന് നമുക്കറിയില്ലല്ലോ. അനുമോളടുത്തുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ സിൻസിയർ ഫ്രണ്ട്ഷിപ്പ് തന്നെയായിരിക്കും ഉണ്ടാവുക. മറ്റുള്ളവർ പേര് നോമിനേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി താൻ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളാണെന്ന് ഇപ്പോൾ ജിസേലിനെയും സരികയെയും അല്ലെങ്കിൽ അപ്പാനി അക്ബർ ടീമിനെയൊക്കെ ബോധ്യപ്പെടുത്താനുള്ള ശൈത്യയുടെ ഒരു ശ്രമമായിരുന്നു ഒന്നും നമുക്കിനി അറിയില്ല. എന്നാൽ ഇന്നത്തെ നോമിനേഷന് കഴിഞ്ഞ് നാളെയൊക്കെ ആകുമ്പോൾ നമുക്കറിയാം ശൈത്യയുടെ ഗെയിം മാറിയിട്ടുണ്ടോ, അതോ അനുമോളുടെ കൂടെ നിന്നുള്ളൊരു ഗെയിം തന്നെയാണോ, കാല് വാരുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ നമുക്കറിയാൻ പറ്റും. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.